അന്തപുരത്തിൽ അഭയം പ്രാപിക്കുമോ? ഞാനും വരുന്നു. ഈ ആദം ഖാൻ ഇത്രയും അഹങ്കാരമോ? അന്തപുരത്തിനുള്ളിൽ കയറിയിരിക്കുന്നു. ഇയാൾ എങ്ങനെ ഇത് മറന്നത്? അന്തപുരം നമ്മുടെ നിയന്ത്രണത്തിലാണെന്ന്. ഒരു കാര്യം നാമം മറന്നുപോയി. ഈ ആദം ഖാൻ മഹാമംഗയുടെ മകനാണെന്ന്. മഹാമംഗയുടെ. അല്ല രേവു, മോത്തിബായി എവിടെ പോയി? അവൾ ഇതുവരെ ഇവിടെ എത്താൻ ഇത്രയും വൈകിട്ടില്ലല്ലോ. റാണി, അവൾ ഏതെങ്കിലും ഹിന്ദുദാസിയെ കണ്ടിട്ടുണ്ടാകും. സംസാരിച്ചു നിൽക്കുകയായിരിക്കും. ഞാൻ പോയി നോക്കിയിട്ട് വരാം. വേണ്ട, നീ ഇവിടെ നിൽക്കൂ, ഞാൻ തന്നെ നോക്കിയിട്ട് വരാം. നീ എവിടെയാ ഒളിച്ചിരിക്കുന്നത് മോത്തിബായ്? ഭഗവാനെ, എന്നെ രക്ഷിക്കണേ. മോത്തിബായ്, ഇന്ന് നിന്നെ രക്ഷിക്കാൻ ആർക്കും സാധിക്കില്ല. അതിനർത്ഥം ആദം ഖാൻ മോത്തിബായിയെ പിന്തുടർന്നാണ് ഇവിടെ എത്തിയതെന്നാണ്. നീ എന്താണ് ഈ പറയുന്നത്? ഞാൻ സത്യമാണ് പറയുന്നത്. എന്റെ അവിടുന്ന് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. ജോധാ ബീഗത്തിന്റെ ആ ഹിന്ദുദാസയായ മോത്തിബായിയെ പിന്തുടർന്ന് ആദം ഖാൻ അന്തപുരത്തിന്റെ അകത്തുവരെ എത്തി. ആദം ഖാനോട് നാം എത്ര തവണ പറഞ്ഞു മനസ്സിലാക്കിയതാണ്. എന്നിട്ടും അവൻ നാം പറയുന്നത് മനസ്സിലാക്കിയതേയില്ല. സ്ത്രീകൾ അവന്റെ ദൗർബല്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സെഹൻഷാ ഈ കാര്യം അറിയുന്നതിന് മുന്നേ തന്നെ അവിടുന്ന് ഇതിനൊരു പരിഹാരം കണ്ടുപിടിച്ചേ. അഥവാ ഷെഹൻഷാ ഇതെങ്ങാനും അറിഞ്ഞാൽ ആദം ഖാന്റെ ജീവന് തന്നെ. നീ പറഞ്ഞത് ശരിയാണ് രേഷം. ഞാൻ എന്തെങ്കിലും ചെയ്തേ മതിയാകൂ. നീ ഒരു കാര്യം ചെയ്യൂ. മോത്തിബായി ഇതെങ്ങോട്ട് പോയി? അല്ല മോത്തിബായ്, നീ ഇപ്പൊ ഈ അന്തപുരത്തിൽ? അത് പിന്നെ ഞാൻ വെറുതെ ഇവിടേക്ക് കാണാനായി വന്നതാ. നീ എവിടെ പോയി ഒളിച്ചു മോത്തിബായ്? നോക്കൂ, നിങ്ങളുടെ കത്തി താഴെ വീണിരിക്കുന്നു. ഈ ജോധ ഇവിടെ എന്താണ് ചെയ്യുന്നത്? ഇവരെ കണ്ടിട്ട് എന്താ അങ്ങനെ തോന്നിയത്?
മറ്റുള്ളവരിൽ നിന്നെല്ലാം വ്യത്യസ്തമാണെന്ന്. പിന്നെ ഇവൾ സ്വന്തം മുഖം ഒളിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ്? അന്തപുരത്തിൽ കയറാനുള്ള ധൈര്യം ആദമിന് എങ്ങനെയാണ് ഉണ്ടായത്? ഇത്രയും വലിയൊരു അപരാധം. എന്താണ് റുക്കിയ, എന്താണ് നിനക്ക് ഇത്ര കോപം? ഷെഹൻഷായുടെ കണ്ണുകൾ അടഞ്ഞിരുന്നാൽ റാണി എല്ലാ കാര്യങ്ങളും കൂടുതൽ ശ്രദ്ധിച്ചല്ലേ പറ്റൂ. നാം നിന്നോട് ചോദിക്കാനാണ് വന്നത് ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന്. എന്താണോ സംഭവിക്കാൻ പാടില്ലാത്തത് അതാണ് സംഭവിച്ചിരിക്കുന്നത്. അങ്ങ് ഒരു പക്ഷെ മാൻസിംഗിന് അന്തപുരത്തിൽ കയറുന്നതിനുള്ള ശിക്ഷ അങ്ങ് നൽകിയിരുന്നുവെങ്കിൽ എങ്കിൽ ഇന്ന് ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു. രണ്ടാമതൊരാൾ അന്തപുരത്തിൽ കാലുകുത്താൻ ധൈര്യം കാണിക്കില്ലായിരുന്നു. എന്താ പറയുന്ന റുക്കിയ? ഏതോ ഒരു അഹങ്കാരി നമ്മുടെ അന്തപുരത്തിൽ കയറാൻ ധൈര്യം കാണിച്ചതാണ്. അതെ, ഒരാൾ അന്തപുരത്തിലേക്ക് പോകുന്നത് നാം നമ്മുടെ കണ്ണുകൾ കൊണ്ട് കണ്ടതാണ്. അന്ന് കുട്ടിയാണെന്ന് വെച്ച് വെറുതെ വിട്ടു. ഇന്ന് മുതിർന്ന ഒരാൾ കയറി. നാളെ അത് 2 ആകും, പിന്നെ 3 ആകും, പിന്നെ 10 ആകും. അങ്ങനെ നോക്കിയിരിക്കെ ഇവിടെ സ്ത്രീകൾക്ക് പകരം പുരുഷന്മാരെ കൊണ്ട് നിറയും. നീ പറഞ്ഞത് സത്യമാണെങ്കിൽ ഉറപ്പായും റുക്കിയ, ആരാണോ നമ്മുടെ അന്തപുരത്തിൽ കയറാൻ ധൈര്യം കാണിച്ചത് നാം അയാളെ വെറുതെ വിടില്ല. നാം തന്നെ നേരിട്ട് ചെന്ന് മനസ്സിലാക്കുന്നതാണ്. നിൽക്കൂ ജലാൽ, അങ്ങ് ബാധിഷയാണ്. അങ്ങ് അവിടേക്ക്. മൂത്തി, നീ ഇതെവിടെയായിരുന്നു? ജോധ, മൂത്തി, എന്തു പറ്റി? ആ, നീ ഇങ്ങനെ കിതക്കുന്നത് എന്താ? നീ ഇതെവിടെയായിരുന്നു? ആ, മോത്തി, എന്തു പറ്റി? മോത്തി, അത് ഞാൻ ഇങ്ങോട്ട് ഒറ്റയ്ക്ക് വരികയായിരുന്നു. അപ്പോ ചെറുതായിട്ട് പേടിച്ചു. അവിടുന്ന് ഇവിടെ എന്താ ചെയ്യുന്നേ? ഒരു നമുക്ക് അകത്തേക്ക് പോകാം. ശ്രദ്ധിക്കൂ, ആരോ ഒരാൾ അന്തപുരത്തിൽ അതിക്രമിച്ച് കടന്നിരിക്കുന്നു. പോകൂ ഇവിടുന്ന്. നീ എപ്പോഴായി തോന്നിയാസങ്ങളൊന്ന് നിർത്താൻ പോകുന്നത് ആദം? ഇങ്ങനെ ഒരു ആഭാസൻ. നിനക്കറിയാമോ നീ എന്താണ് ചെയ്തതെന്ന്? എത്ര വലിയ തെറ്റാണ് ചെയ്തതെന്ന്? എനിക്കതൊന്നും അറിയണ്ട. മിണ്ടരുത്. എന്നിട്ട് നാം പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. വേഗം ഇവിടെ നിന്ന് പൊയ്ക്കോ. 3 ദിവസത്തേക്ക് മുഖം പോലെ പുറത്ത് കട്ടരുത്, മനസ്സിലായോ? ഒന്ന് പോകോ ഇവിടെ നിന്നും. ശ്രദ്ധിക്കൂ, എല്ലാവരും ശ്രദ്ധിക്കൂ. ആഗ്രയുടെ ഷഹൻഷായായ ബാദുഷാ മുഹമ്മദ് ജലാലുദ്ദീൻ അന്തപുരത്തിലേക്ക് കടന്നു വരികയാണ്. പ്രണാമം ബാദുഷ. നീ നിന്റെ ഉത്തരവാദിത്വത്തിൽ പരാജയപ്പെട്ടിരിക്കുന്നു. നീ ജീവിച്ചിരിക്കാൻ പോലും യോഗ്യനല്ല. തെറ്റുപറ്റിയെങ്കിൽ ക്ഷമിക്കണം പ്രഭു. പുരുഷന്മാരും അന്തപുരത്തിൽ കിടക്കുന്നത് ഞാൻ കണ്ടില്ല. നിർത്തൂ. ആരുടെ കണ്ണുകളാണോ ശരിയായ രീതിയിൽ ഉപയോഗപ്രദമാകാത്തത് അയാളെന്റെ കൺമുൻപിൽ നിന്ന് പോകൂ. ഇനി നിന്റെ മുഖം നമ്മുടെ മുൻപിൽ കണ്ടാൽ നാം തന്നെ ആ ശിരസ് ഛേദിക്കുന്നതാണ്. പുറത്തേക്കുള്ള വഴികളെല്ലാം അടച്ചു പൂട്ടുക. ഓരോ കിടപ്പറയുടെ മുക്കും മൂലയും പരിശോധിക്കണം. ആരാണ് അകത്ത് കടന്നതെന്ന് കണ്ടെത്തണം. എന്റെ പഠിച്ചവനെ, ജലാൽ ഇവിടേക്കാ വരുന്നത്. ഇനി എന്ത് ചെയ്യണമെന്ന് അറിയില്ല. എന്റെ പഠിച്ചവനെ രക്ഷിക്കണേ. റുക്കിയ ബീഗം, അന്തപുരത്തിൽ കയറിയ ആളെ കണ്ടുപിടിക്കാൻ ഷെഹൻഷാ തന്നെ നേരിട്ട് പോകുകയാണല്ലോ. കാരണം ഈ അന്തപുരം ഷെഹൻഷായ്ക്ക് സ്വന്തമാണ്. പിന്നെ ഈ അന്തപുരത്തിലെ സ്ത്രീകളെല്ലാം ഷെഹൻഷായുടെ സ്വന്തവുമാണ്. അതുകൊണ്ട് ഈ അന്തപുരത്തിൽ മറ്റാരെങ്കിലും കടന്നാൽ അത് ഷെഹൻഷായ്ക്ക് അപമാനമാണ്.
അഥവാ അന്തപുരത്തിൽ കടന്ന പുരുഷൻ സ്വന്തം ഇഷ്ടപ്രകാരം കയറിയതാണെങ്കിൽ അയാൾക്ക് അങ്ങനെ ഒരു ശിക്ഷ ലഭിക്കും, മുന്നറിയിപ്പായി മാറുന്ന രീതിയിൽ. അഥവാ ആ പ്രവൃത്തി ഏതെങ്കിലും ബീഗമോ ഏതെങ്കിലും ദാസ്യോ പറഞ്ഞിട്ടാണ് ചെയ്തതെങ്കിൽ അപ്പോൾ മനസ്സിലാക്കിക്കോളൂ, ആ ബീഗം അല്ലെങ്കിൽ ആ ദാസി. വളരെ രസകരമായ കാര്യമാണ് ആരംഭിക്കുന്നത്. ഇപ്പോൾ മഹാമംഗ എന്താണ് ചെയ്യാൻ പോകുന്നത് അതാണ് കാണേണ്ടത്. ഇപ്പോൾ അന്തപുരത്തിലുള്ളവരെല്ലാം തന്നെ എത്രയും വേഗം നമ്മുടെ മുൻപിൽ വന്ന് നിൽക്കും. ജലാൽ, എന്ത് സംഭവിച്ചു? ഏതോ ഒരു പുരുഷൻ നമ്മുടെ അന്തപുരത്തിലേക്ക് കയറാൻ ധൈര്യം കാണിച്ചിരിക്കുന്നു. അവൻ ആരായാലും എത്രയും വേഗം നമ്മുടെ മുൻപിൽ വരണം, ഇല്ലെങ്കിൽ നമ്മുടെ വാളിന്റെ മൂർച്ച അവൻ അറിയും. അന്തപുരത്തിൽ നിൽക്കുന്ന ഓരോ ബീഗവും ഓരോ ദാസിയും നമുക്ക് അവരുടെ മുഖം കാണിക്കണം. നമ്മുടെ ഈ ഉത്തരവ് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ഉള്ളതാണ്. നമുക്ക് വേഗം തന്നെ സ്വന്തം മുഖം കാണിച്ചാലും നിനക്കും കൂടിയാണ്. നമ്മെ വേഗം തന്നെ നിന്റെ മുഖം കാണിക്കൂ, ഇല്ലെങ്കിൽ ഈ നിമിഷം നാം നിന്റെ ശിരസ് ഛേദിക്കും. എന്താ നിനക്ക് ഷെഹൻഷാ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലായില്ലേ? നിന്റെ മുഖം കാണിക്കൂ, മുഖം കാണിക്കാൻ. രേഷം, പിന്നെ അയാൾ എങ്ങോട്ട് പോയി? നമുക്കറിയാം നിങ്ങൾ ആരാണ് അയാളെ ഒളിപ്പിക്കുന്നതെന്ന്. അഥവാ അയാളെ കിട്ടിയില്ലെങ്കിൽ ഇവിടെയുള്ള എല്ലാവർക്കും ശിക്ഷ ലഭിക്കും. കാരണം നാം എല്ലാം അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് നാം ഇവിടേക്ക് വന്നത്. ആരാണ് അവനെ ഒളിപ്പിച്ചിരിക്കുന്നത്? പ്രഭു, പറയുന്ന തെറ്റാണെങ്കിൽ ക്ഷമിക്കുക. അന്തപുരത്തിലെ ഭക്ഷണശാലയിൽ ആരോ കടന്നിട്ടുണ്ട്. നമുക്കിവിടെ നിന്ന് പോകാം മോത്തി. നമുക്കിവിടെ യാതൊരു കാര്യവുമില്ല. ജോധ, നിൽക്ക്. ഷെഹൻഷാ ഇപ്പോൾ വലിയ ക്രോധത്തിലാണ്. അഥവാ അദ്ദേഹത്തിന്റെ അനുവാദം കൂടാതെ നമ്മൾ ഇവിടുന്ന് പോയാൽ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ? നമുക്ക് ഒന്ന് കണ്ടാലോ? ആരാണ് അന്തപുരത്തിനുള്ളിൽ കയറാൻ ധൈര്യം കാണിച്ചതെന്ന്? വരൂ. നമുക്ക് തോന്നുന്നു അങ്ങ് ഇവിടേക്ക് വരുന്നു എന്നറിഞ്ഞപ്പോൾ വെപ്രാളത്തിൽ ഇയാൾ വിഷം കഴിച്ചതാണെന്ന്. ഈ ശവം ഇവിടെ നിന്ന് നീക്കം ചെയ്യുക. പക്ഷെ ഇയാൾ ഇവിടെ വന്നത് എന്തിനാണെന്ന് ഉറപ്പായും അറിഞ്ഞേ തീരൂ. ഇത് അന്തപുരമാണ് ജലാൽ. ഇവിടെ സ്ത്രീകൾ ഒരുപാടുണ്ട്. നമുക്ക് തോന്നുന്നു ഇയാൾ ആരെയോ കാണാൻ വന്നതാണെന്ന്. ഇയാളെ പരിശോധിക്കൂ. രേഷം, ശവത്തെ പൂർണ്ണമായും പരിശോധിക്കൂ.
എന്ത് സംഭവിച്ചു വല്യമ്മ? അവിടുന്ന് മിണ്ടാത്ത എന്താണ്? വേഗം പറയൂ, അതിൽ എന്താണ് എഴുതിയിരിക്കുന്നതെന്ന്. പ്രിയപ്പെട്ട മോത്തി, എന്നോട് ക്ഷമിക്കണം മോത്തി. നിന്നെ അവസാനമായി ഒന്ന് കാണാൻ സാധിച്ചില്ല. പിടിക്കപ്പെട്ടാൽ മരണശിക്ഷ ലഭിക്കുമെന്നുറപ്പാണ്. പിന്നെ ഇവിടെ നിന്നും രക്ഷപ്പെട്ടു പോകുക അസംഭവ്യമാണ്. അതിനാൽ ഞാൻ വിഷം കഴിക്കുകയാണ്. അതെന്തിനാണെന്നാൽ നിന്നെ ആരും സംശയിക്കാൻ പാടില്ല. നമുക്കിത് വിശ്വസിക്കാൻ സാധിക്കില്ല. മോത്തി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ഇവൾ നിരപരാധിയാണ്. എന്നാൽ ഈ സന്ദേശം വ്യക്തമാക്കുന്നത് ഇതാണ്: ആത്മഹത്യ ചെയ്തയാൾ ഇവൾ പറഞ്ഞത് അനുസരിച്ചാണ് അന്തപുരത്തിലേക്ക് വന്നതെന്ന്. കേവലം ഒരു സന്ദേശം ലഭിച്ചതുകൊണ്ട് മാത്രം സ്ഥാപിക്കാനാവില്ല. ശിക്ഷ നൽകാനുള്ള തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നത് അക്കാര്യത്തെക്കുറിച്ച് തീരുമാനം എടുക്കേണ്ടത് സഭയിൽ വെച്ചാണ്. മോത്തിബായിക്ക് അവിടെ വെച്ച് സ്വന്തം നിരപരാധിത്വം തെളിയിക്കാൻ അവസരം ലഭിക്കും. വരൂ മോത്തി. ബീഗം ജോത, അഥവാ അവിടത്തേക്ക് എതിർപ്പൊന്നുമില്ലെങ്കിൽ നാം മോത്തിഭായിയോട് അല്പം തനിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. നാളെ സഭയിൽ കൊണ്ടുപോകുന്നതിന് മുൻപായി ഇവിടത്തെ അന്തപുരത്തിന്റെയും സഭയുടെയും എല്ലാം നിയമവശങ്ങൾ നാം ഇവൾക്ക് പറഞ്ഞു കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. അവിടുന്ന് പൊയ്ക്കോളൂ. പറഞ്ഞു കൊടുക്കാനുള്ളതെല്ലാം പറഞ്ഞതിന് ശേഷം ഇവളെ അവിടുന്നിനടുത്ത് എത്തിക്കുന്നതാണ്. നാളെ സഭയിൽ വച്ച് ഷഹൻഷാ നിന്നോട് ചോദ്യങ്ങൾ ചോദിക്കും. നാം ആഗ്രഹിക്കുന്നത് അതിനു മുൻപായി തന്നെ നീ എന്നോട് എല്ലാ സത്യങ്ങളും സത്യമായി തന്നെ പറയണമെന്നാണ്. എന്നാൽ ചിലപ്പോൾ നമുക്ക് നിന്നെ സഹായിക്കാൻ കഴിഞ്ഞാലോ? ഞാനൊന്നും ചെയ്തിട്ടില്ല. എനിക്ക് ഈ മരിച്ചു കിടക്കുന്നയാൾ അറിയില്ല മഹാമംഗ. ഞാൻ അവിടത്തോട് ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. മടി കൂടാതെ പറഞ്ഞോളൂ. അത് അയാളാണ് എന്റെ പുറകെ വന്നത്. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. മുഴുവനായി പറയൂ. അത് അത് ആദം ഖാൻ, അവിടുത്തെ മകൻ, അദ്ദേഹമാണ് എന്നെ പിന്തുടർന്നത്. എന്താ? നമ്മുടെ മകൻ ആദം ഖാൻ? അവനാണോ ഇതെല്ലാം ചെയ്തത്? അവനാണോ ഇതൊക്കെ ചെയ്തത്? ഇനി നിനക്ക് ആളെ തിരിച്ചറിയുന്നതിൽ തെറ്റുപറ്റിയതാണോ? അല്ല അല്ല, ഞാൻ സത്യം പറയുന്നത്. അദ്ദേഹം എന്നെ പിന്തുടർന്നു വന്ന് എന്റെ കൈ പിടിച്ചു. അതിനുശേഷം അദ്ദേഹം എന്നെ ബലപ്രയോഗം ചെയ്യാൻ ശ്രമിച്ചു. ഞാൻ എന്റെ കൈ കൊടഞ്ഞ് രക്ഷപ്പെട്ടപ്പോൾ അദ്ദേഹം പിന്തുടർന്ന് അന്തപുരത്തിലെത്തി. എന്നെ വിശ്വസിച്ചാലും. അപ്പോൾ നീ ഷെഹൻഷായോട് ഇതൊക്കെ പറയും, എല്ലാ സത്യവും പറയും. അതായത് നീ നമ്മുടെ മകൻ ആദം ഖാന്റെ പേരും പറയും. അതെ, ഞാൻ അതാണ് ചെയ്യാൻ പോകുന്നത്. നീ ആദം ഖാന്റെ പേര് പറയുമോ? എങ്കിൽ ഞാൻ പറയുന്ന ഈ സത്യം കൂടി കേട്ടോളൂ ദാസി. അഥവാ നീ ആദമിനെ കുറിച്ച് എന്തെങ്കിലും പറയുകയാണെങ്കിൽ അതിന്റെ ശിക്ഷ ബീഗം ജോധയാണ് അനുഭവിക്കേണ്ടി വരിക. കാരണം നമുക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കുമെന്നുള്ളത്
നീ ഈ കാണുന്നതിനെല്ലാം അപ്പുറത്താണ്. ഇവിടെ നിന്റെ വായ തുറന്നാൽ അവിടെ ബീഗം ജ്യോതിയുടെ കഷ്ടതകൾക്ക് വഴി തുറന്നു എന്ന് കരുതിക്കോളൂ.